പാലസ്തീന്റെയും ലെബനന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരരുമായി ശക്തമായ പോരാട്ടം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഭൂപടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ തൊട്ടു പിന്നാലെ തന്നെ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്ത് വരികയും ചെയ്തു. പാലസ്തീന്റെയും ലെബനന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും നടക്കുന്നത്. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരരുമായി ശക്തമായ പോരാട്ടം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. 3000 വർഷങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ സാമ്രാജ്യമുണ്ടായത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് വിദേശകാര്യ മന്ത്രി പറയുകയും ചെയ്തു. സ്വന്തം ശക്തിയുടെ പുനരുദ്ധാരണത്തിനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും വേണ്ടിയാണ് ജൂത സമൂഹം മുഴുവൻ കാത്തിരിക്കുന്നത്. 1948 മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായിരുന്നു ഇത്. 3 രാജാക്കന്മാർ ഇസ്രായേലിൽ 120 വർഷക്കാലം ഭരിച്ചിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറെ നിർണായകമായിരുന്നു ഈ കാലഘട്ടങ്ങൾ. സംസ്കാരം, സാമ്പത്തികം, മതം എന്നീ സമസ്ത മേഖലയുടെയും വളർച്ച ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഖത്തർ, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ നടപടിയിൽ എതിർപ്പ് പ്രകടമാക്കി രംഗത്ത് വന്നത്. മറ്റു മേഖലകൾ കയ്യേറി ഇസ്രായേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ജോർദാൻ വ്യക്തമാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നയങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഖത്തർ സംഭവത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഭൂമി കയ്യേറാനും അന്താരാഷ്ട്ര നിയമങ്ങൾ ബോധപൂർവം ലംഘിക്കാനുമുള്ള ശ്രമമാണ് ഇസ്രായേലിൻ്റെത് എന്ന് UAEയും ഇപ്പോൾ വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇപ്പോഴേ കച്ചകെട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഇസ്രായേലിന്റെ പോക്കെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള സാധ്യതയേറും. ഇറാൻ അതിനുവേണ്ടിയുള്ള പഠിച്ചപണി പലതും പയറ്റുന്നുണ്ട്.